ഇന്ന് ഹിരോഷിമ ദിനം. ലോകത്താദ്യമായി യുദ്ധത്തിനിടയിൽ അണുബോംബ് ഉപയോഗിച്ച ദിനമായിരുന്നു 1945 ഓഗസ്റ്റ് 6. ജപ്പാനിലെ ഹോൺഷു ദ്വീപിലെ നഗരമായ ഹിരോഷിമയിലാണ് ലോകത്തെ ആദ്യത്തെ അണുബോംബ് വീണത്. നിഷ്കളങ്കരായ ജനതയ്ക്കുമേൽ സാമ്രാജ്യത്വം ചൊരിഞ്ഞ കൊടും ഭീകരത. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വിനാശകരമായ ഒരു യുദ്ധമായിരുന്നു 1939 മുതൽ 1945 വരെയുള്ള രണ്ടാം ലോക മഹായുദ്ധം. ലോകത്തിലെ മിക്ക രാഷ്ട്രങ്ങളും രണ്ടു ചേരിയായി നിന്ന് നടത്തിയ ഒരു യുദ്ധമായിരുന്നു അത്. 30 രാജ്യങ്ങളിലെ 100 മില്യൺ ജനങ്ങൾ നേരിട്ട് പങ്കെടുത്ത യുദ്ധത്തിൽ അതിലെ പ്രധാന രാജ്യങ്ങൾ അവരുടെ സാമ്പത്തിക, വ്യവസായ, ശാസ്ത്രീയ കഴിവുകൾ മുഴുവനും ഉപയോഗപ്പെടുത്തി. യോദ്ധാക്കളെന്നോ സാധാരണ ജനങ്ങളെന്നോ വ്യത്യാസമില്ലാതെ നടത്തിയ വിനാശകരമായ കടന്നുകയറ്റമായിരുന്നു അത്. പടിഞ്ഞാറൻ സഖ്യവും സോവിയറ്റ് യൂണിയനും ജർമ്മനി പിടിച്ചടക്കിയതോടെയും അഡോൾഫ് ഹിറ്റ്ലറിന്റെ ആത്മഹത്യയോടെയും ജർമ്മനി മെയ് 8, 1945 നിരുപാധികം കീഴടങ്ങിയതോടെ യൂറോപ്പിലെ യുദ്ധം അവസാനിച്ചു. എന്നാൽ ജപ്പാൻ കീഴടങ്ങാൻ വിസമ്മതിച്ചു. ജപ്പാനിലെ നഗരങ്ങളായ ഹിരോഷിമയിൽ ഓഗസ്റ്റ് 6 നാഗസാക്കിയിൽ ഓഗസ്റ്റ് 9 അമേരിക്കൻ വിമാനങ്ങൾ ആറ്റം ബോംബുകൾ വർഷിച്ചു. കൂടുതൽ ബോംബുകളുടെ ഭയവും സോവിയറ്റ് യൂണിയന്റെ കടന്നുവരവും ഭയന്ന ജപ്പാൻ ഓഗസ്റ്റ് 15 കീഴടങ്ങി. യുദ്ധവും അതിന്റെ ഭീകരതകളും ഇന്നും ലോകത്ത് തുടർക്കഥയായിരിക്കുമ്പോൾ മനുഷ്യനൊപ്പം സർവനാശം സംഭവിക്കുന്നത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്കു കൂടിയാണ്. ഇറാൻ, അമേരിക്ക, റഷ്യ, ഉക്രൈൻ, ഇസ്രായേൽ, പലസ്തീൻ തുടങ്ങി രാഷ്ട്രങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ണു തുറക്കാത്ത അധികാരവർഗങ്ങൾ അവരുടെ സ്വാർത്ഥ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയൊരു മൂന്നാം ലോക യുദ്ധം സംഭവിച്ചാൽ ഈ ഭൂഗോളത്തിൽ അത് ഏതു വിധത്തിൽ ബാധിക്കുമെന്നത് പ്രവചനാതീതവുമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.